ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഫേമസ് സിനിമാക്കാരും നമ്മുടെ ഇടയിലുള്ളവരെല്ലാവരും പറയും മദ്രാസിലേക്ക് പഴയ വണ്ടി കയറിയ കഥയാണ്. പറഞ്ഞാൽ എനിക്ക് വേണ്ട ഒരു കഥ മദ്രാസിലേക്ക് വണ്ടിയായിട്ട് പോയത്. അപ്പോൾ അത് പറഞ്ഞതിന് മുന്നേ വേറെ കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം കൊച്ചിയിലേക്ക് വന്നത്. പണ്ട് കൊച്ചിയിൽ നിന്ന് മദ്രാസിലേക്ക് പോയി, ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നത്. കാരണം കൊച്ചി ഇതിൻ്റെ ഒരു കേന്ദ്രമായി മാറിയാണ് ഫിലിം ഇൻഡസ്ട്രിയുടെ, മലയാള ഫിലിം ഇൻഡസ്ട്രിയും ഏറ്റവും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉക്കടം, ഇതെന്താ കറക്റ്റ് പ്ലേസ്? കോയമ്പത്തൂർ ടൗൺ ഹാൾ. കോയമ്പത്തൂർ ടൗൺ ഹാളിലാണ്, പോത്തീസിൻ്റെ അവിടെ അല്ലേ? അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. നിങ്ങളെൻ്റെ ആളെ പരിചയപ്പെടുത്താൻ പോണേ. എനിക്കും അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ആളെ പരിചയപ്പെടുത്താം. ഇബ്രാഹിം ഇത് ഇബ്രാഹിം വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഈ കഴിഞ്ഞ കൊല്ലോട് കണ്ടതെന്ന് അല്ലേ. അതായത് എളുപ്പം പറഞ്ഞാൽ നമ്മുടെ എടപ്പള്ളിയിൽ ഉബൈന കളരിയുണ്ട്. കളരിയുടെ ജലീലിക്കയുടെ അളിയനാണ്. അപ്പോൾ മുജീബിൻ്റെ, അതായത് ജലീലിക്കയുടെ മോൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കൊല്ലം കണ്ടത് അല്ലേ. അപ്പോൾ അതിന് മുന്നാടി കണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് എനിക്ക് 2010 അല്ലെങ്കിൽ 2011 ഞാൻ ആദ്യമായിട്ട് ഫിലിമിനെ പോയിക്കുന്നത് 2005 10 or 11 അതിനുശേഷം കോയമ്പത്തൂർ തേർഡ് ടൈം വരുമ്പോഴാണ് എനിക്ക് ജലീലിക്ക ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് തന്നെ അളിയനുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അന്ന് ഈ ക്യാമറ ഞാൻ കൈവച്ചൊന്നും മര്യാദക്ക് തൊട്ടിട്ടില്ല. ഫോട്ടോഗ്രാഫറൊന്നുമല്ല ഞാൻ. ഇദ്ദേഹം അന്നും ഫോട്ടോഗ്രാഫറാണ്, ഇന്നും ഫോട്ടോഗ്രാഫറാണ് അല്ലേ. അതിൻ്റെ ഒപ്പം വണ്ടിയും ഓടുന്നുണ്ട്. വളരെ സന്തോഷം. ഞാനിപ്പോൾ ചോദിച്ച് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യേണ്ട കാരണം ഇതായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഈ സിനിമാ പ്രാന്ത് മൂത്തിട്ട് പന്ത് ഇങ്ങോട്ട് കോയമ്പത്തൂർ വന്നു. അതെങ്ങനെയാണ് അതിൻ്റെ പരസ്യം എന്തെങ്കിലും കിട്ടിയതെന്ന് ഓർക്കണ്ട, സോഷ്യൽ മീഡിയ വഴിയാണ് എന്താണോ. അങ്ങനെ തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ SRK ഷാരൂഖ് ഖാൻ ഇമ്മാനുവൽ സിൽക്സ് ഉദ്ഘാടനം ചെയ്യാൻ എടപ്പള്ളിയിൽ വന്ന ടൈമിൽ അതിന് മുന്നേ സ്റ്റേഡിയത്തിൽ വന്നിരുന്നു. അവിടെ 1:30 വരെ ഞാൻ നിന്നിട്ട് ഷാരൂഖ് ഖാൻ എനിക്ക് ഭയങ്കര ഞാൻ കുറേ ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ദൂരെ നിന്ന് കണ്ട്. അപ്പോൾ എനിക്ക് 4 മണിക്ക് ഇവിടെ കോയമ്പത്തൂർ വന്നെന്ന് പറഞ്ഞേക്കണേ വന്നു. എന്നിട്ട് 1:15 1:30 ബൈക്ക് എടുത്തിട്ട് ഇവിടെ 4:10 ഞാൻ എത്തിയാൽ ബൈക്കുന്നുണ്ട്. ഞാൻ മേഘം കൊണ്ട് അവിടെ നിന്ന് ഒരു പറക്കിൽ ഞാൻ പറഞ്ഞു. കാരണം സിനിമ പ്രാന്താണല്ലോ. അങ്ങനെ തേർഡ് ടൈം ഇദ്ദേഹം വന്നുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായെന്ന് വെച്ചാൽ ലൈഫിൽ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അത് എന്നോട് പറഞ്ഞ് മൂപ്പര് എന്നെ കണ്ടില്ല പറഞ്ഞാൽ ഒരുപാട് പൈസ ഒക്കെ പോയിട്ടുണ്ടാവും. പൈസ കൊടുത്തില്ല. പൈസ ലാസ്റ്റ് ഇത് അദ്ദേഹം പറഞ്ഞൊരു വേടുണ്ടെന്ന്. അതായത് ഇവരുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട്, അത് വെച്ചിട്ടായിരുന്നു നമ്മളെ കൊണ്ട് കുറെ സാധനമൊക്കെ അഭിനയിപ്പിച്ചത്. തേർഡ് ടൈമാണ് കോയമ്പത്തൂർ വന്നേട്ട ബൈക്കും കൊണ്ട്. അപ്പം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാനും ഫോട്ടോഗ്രാഫറാണ്, എൻ്റെ ഇരിക്കുന്നത് പ്രൊഫഷണൽ ക്യാമറയാണ്. അതിന്റെ 4-1 വരില്ല അവരുടെ ഇരിക്കണം. അപ്പൊ ഈ ഇങ്ങനെയുള്ളവരെ എങ്ങനെ സിനിമ പിടിക്കും? അപ്പൊ അത് ശ്രദ്ധിക്കണം. ഞാൻ കുറെ കാര്യങ്ങൾ വാച്ച് ചെയ്തിട്ട് നിന്നോട് പറയണം കേട്ടാന്ന് പറഞ്ഞു. ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ക്യാഷ് ചോദിച്ചു. അപ്പൊ തന്നെ ക്ലോസ് ചെയ്തു. കാരണം നമ്മുടെ അന്ന് കൊടുക്കാനൊന്നുമില്ല. അന്ന് 25,000 രൂപ ചോദിച്ചു ആ കാലഘട്ടത്തിൽ, ഈ 10 or 11 2000. അപ്പൊ ഇന്നത്തെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. കൊടുക്കാനില്ല, അത് നടക്കില്ല. ഇപ്പോഴും കൊടുക്കാൻ ഒരു രീതിയിലും കാശ് കൊടുത്തിട്ട് പരിപാടിക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഇന്നേ വരെ പോയിട്ടില്ല. ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, മാറ്റി ചോദിച്ചിട്ടും. പിന്നെ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ പോയിട്ട് കാശ് തരാണ്ടൊക്കെ. അപ്പൊ എന്തായാലും സിനിമ പ്രാന്തായിട്ട് നടന്നുകൊണ്ടാണ് ഇബ്രാഹിം ഖാൻ എനിക്ക് ഇങ്ങനെ കമ്പനി കിട്ടിയത്. ഞങ്ങൾ ആ 11 കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞോട് കാണുന്നത് അല്ല, 2025. വേറെ എന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത്? ഇപ്പൊ ഒരു സന്തോഷ നിമിഷമാണ് നമ്മൾ കണ്ട്. അന്ന് വീഡിയോ എടുക്കണമെന്ന് പറയുന്നത് നടന്നില്ല. കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ. അപ്പൊ എനിക്കും ഉണ്ട് അത് സിനിമ പ്രാന്ത് പോകുന്നുണ്ട് അല്ലേ. മദ്രാസിലേക്ക് വണ്ടി കയറി കഥ മനസ്സിലായില്ലേ? ഇത് കോയമ്പത്തൂരോടെ കഴിഞ്ഞ് ചെന്നൈ പോയിട്ടില്ല, കോയമ്പത്തൂരോടെ കഴിഞ്ഞ്. അതേസമയം കോയമ്പത്തൂരിലെ വന്നിട്ട് പോയിരുന്ന 50,000 രൂപ തളച്ചിട്ടുണ്ടാകും മൂപ്പര്. ഇല്ല കൊടുക്കാനില്ല, എന്നെ കണ്ട കാരണം കൊണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കുറെ വാക്കുകളാണെന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പഠിച്ചത് ഒരു വ്യക്തി ഇത് ചെയ്യാൻ കഴിവില്ലാത്തവരെങ്ങനെ ചെയ്യും. അതെ, എന്തായാലും സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ ഹാപ്പിയല്ലേ. ഇനി എറണാകുളത്ത് വരുമ്പോ കാണാം. യാദൃശ്യമായിട്ട് നമ്മുടെ അവിടെ ബന്ധാണല്ലോ ഇന്ന്. ഫെബ്രുവരി ഇന്നത്ര 12-ാം തീയതി. ഇന്ന് അവിടെ ബന്ധാണല്ലോ. അപ്പൊ ഞങ്ങൾ നൈസായിട്ടൊന്ന് കറങ്ങാനിറങ്ങിയ കോയമ്പത്തൂരിലേക്ക്. അപ്പൊ ഉക്കട തറയപ്പോഴത്തേക്കും പെട്ടെന്ന് മെമ്മറിയിൽ ഒന്ന് നേരെ നമ്മുടെ അടുത്ത് വിളിച്ചു. ഓട്ടം നശിപ്പിച്ചിട്ടാണ് ഞാനിവിടെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യം പിന്നെ അവിടെ സ്റ്റാൻഡിൽ കയറുന്ന വെച്ചാണ്. അപ്പൊ ഈ ഒരു സന്തോഷം കൊണ്ട് ഷെയർ ചെയ്യണമെന്ന് കാരണം പറയാനല്ലോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.